ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അനുശ്രീ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CPO എക്സാംസിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ജിയോഗ്രഫി എന്ന ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 10ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കുക. അതിൽ എത്രണ്ണം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് നിങ്ങൾ സ്വന്തം ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങൾ ഈ ഒരു മേഖലകൾ ഫോക്കസ് ചെയ്തിട്ട് വേണം ഇനിയുള്ള പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ മുന്നിൽ ഏകദേശം ഒരു 60ഓളം ദിവസങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഈ 60 ദിവസങ്ങൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഏരിയാസ് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോയാലോ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സമുദ്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പസഫിക് സമുദ്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നതാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പം ഒരു പ്രസ്താവന ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത് അതിന്റെ കീവേഡ് ആണല്ലേ. ഇപ്പൊ ഇവിടുത്തെ കീവേഡ് എന്താ ചോദിച്ചിരിക്കുന്നത്? ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ടല്ലേ. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? ഏറ്റവും ആഴം കൂടിയ സമുദ്രം. സെക്കൻഡിൽ തന്നിരിക്കുന്നത് S ആകൃതിയിൽ കാണപ്പെടുന്നു. തേർഡിൽ തന്നിരിക്കുന്നത് ഉപരിതലത്തിൽ 1/6 ഭാഗം വിസ്തൃതിയുണ്ട്. ഫോർത്തിൽ തന്നിരിക്കുന്നത് അനേകായിരം ചെറുതും വലുതുമായ ദ്വീപുകൾ കാണപ്പെടുന്നു. അപ്പൊ ഇതില് ഏതൊക്കെയാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അറിയാം. ഏറ്റവും ആഴം കൂടിയ സമുദ്രം പസഫിക് സമുദ്രമാണെന്ന് നമുക്ക് അറിയാം അല്ലെ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസിൽ ഏതെങ്കിലും എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എല്ലാത്തിലും 1 ഉണ്ട്. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയില്ലേ പോലും നമുക്ക് നോക്കുക എല്ലാ സ്റ്റേറ്റ്മെന്റിലും അല്ലെങ്കിൽ എല്ലാ ഓപ്ഷൻസിലും 1 ഉണ്ട്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നുള്ളത്. അടുത്തത് S ആകൃതിയിൽ കാണപ്പെടുന്നു. S ആകൃതിയിൽ കാണപ്പെടുന്നത് പസഫിക് സമുദ്രമാണോ? അല്ല അല്ലെ. S ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഓക്കെ, അപ്പൊ അറ്റ്ലാന്റിക് സമുദ്രമാണ്. അപ്പൊ നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും? A എലിമിനേറ്റ് ചെയ്യാം, B എലിമിനേറ്റ് ചെയ്യാം, C എലിമിനേറ്റ് ചെയ്യാം. കാരണം ഇതിൽ 3 എണ്ണത്തിലും 2 ഓപ്ഷൻ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിത് 3 എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് ആൻസറിലേക്ക് എത്തി. ആൻസർ ഏതാണ്? D ആണ് ആൻസർ. 1 and 4 ഓൺലി അല്ലെ. അപ്പൊ നമുക്ക് തേർഡ് സ്റ്റേറ്റ്മെന്റും ഫോർത്ത് സ്റ്റേറ്റ്മെന്റും വായിച്ചു നോക്കേണ്ട ആവശ്യം പോലും വന്നിട്ടില്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അറിയുമെങ്കിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ബാക്കി സ്റ്റേറ്റ്മെന്റ്സും കൂടി ഒന്ന് വായിച്ചു നോക്കിയേക്കാം. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഉപരിതലത്തിൽ 1/6 ഭാഗം വിസ്തൃതി ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. 1/6 ഭാഗമാണോ നമ്മുടെ പസഫിക് സമുദ്രത്തിന്റെ വിസ്തൃതി? അല്ല. പസഫിക് സമുദ്രത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് 1/3 ആണ്. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ നോക്കി S ആകൃതിയിൽ കാണപ്പെടുന്നത് അറ്റ്ലാന്റിക് സമുദ്രമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ പസഫിക് സമുദ്രത്തിന്റെ ഷേപ്പ് എന്തായിരിക്കും? പസഫിക് സമുദ്രത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ട്രയാങ്കുലർ ഷേപ്പ് ആണ്. ഓക്കെ, ട്രയാങ്കുലർ ഷേപ്പിൽ കാണപ്പെടുന്ന സമുദ്രമാണ് ഏതെന്ന് പറയുന്നത്? പസഫിക് സമുദ്രം എന്ന് പറയുന്നത്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അനേകായിരം ചെറുതും വലുതുമായ ദ്വീപുകൾ നമ്മുടെ പസഫിക് സമുദ്രത്തിൽ കാണപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം കൂടി ഇവിടെ പഠിച്ചിട്ട് പോവാം. ആഴം കൂടിയതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ സമുദ്രങ്ങളെ ഒന്ന് ഒരു കോഡ് വഴിയും കൂടി നമുക്കൊന്ന് പഠിച്ചിട്ട് പോവാം. പൈസ എന്ന് ഓർത്താൽ മതി നിങ്ങൾ. പൈസ. ഓക്കെ, ഇത് ആഴം കൂടിയതനുസരിച്ചിട്ടുള്ള നമ്മുടെ സമുദ്രങ്ങളുടെ ഓർഡർ ആണ്. P എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പസഫിക് സമുദ്രം. A ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രം. I ഇന്ത്യൻ ഓഷ്യൻ. S സദേൺ ഓഷ്യൻ. A ആർട്ടിക് ഓഷ്യൻ. അപ്പൊ നിങ്ങൾ പൈസ എന്ന് ഓർത്താൽ മതി. പൈസ എന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഷ്യൻസിന്റെ ഡെപ്ത് അനുസരിച്ചിട്ടുള്ള ആ ഒരു ഓർഡർ കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കാറ്റിന്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ക്വസ്റ്റ്യൻ കയറി വരാറുണ്ട്. 4 ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. മർദ്ദച്ചെരിവ് മാനബലം, അതായത് പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ്. അടുത്തത് കൊഹിഷൻ ബലം, കൊഹിഷൻ ഫോഴ്സ്. ഘർഷണ ബലം, കൊറിയോലിസിസ് ബലം. ഇതിൽ ഏതാണ് നമ്മുടെ കാറ്റിന്റെ ചലനത്തെ സ്വാധീനിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇതില് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാ. നമുക്കറിയാം കാറ്റിന്റെ ചലനത്തെ സ്വാധീനിക്കുന്നത് 3 ഘടകങ്ങളാണ്. അത് ഏതൊക്കെയാ? നമ്മുടെ മർദ്ദച്ചെരിവ് മാനബലം, ഘർഷണ ബലം, കൊറിയോലിസിസ് ബലം എന്നിവയാണ്. ഈ ഓപ്ഷൻ 2 അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കൊഹിഷൻ ബലം എന്ന് പറയുന്നത് കാറ്റിന്റെ ചലനത്തെ സ്വാധീനിക്കുന്നില്ല അല്ലെ. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്. 1, 3 and 4 ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ തന്നെ
നിങ്ങളൊന്ന് വിലയിരുത്തണം. നിങ്ങൾക്ക് ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ വിലയിരുത്തണം. എന്നിട്ട് നമ്മൾ 10 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ നിങ്ങൾ ലാസ്റ്റ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ മാർക്ക്, നിങ്ങൾക്ക് 10ൽ എത്രണ്ണം നിങ്ങൾ ശരിയാക്കിയെന്നും കൂടി ഒന്ന് കമന്റ് ഇടണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന കുന്നുകൾ ഏതെല്ലാം എന്നതാണ് ക്വസ്റ്റ്യൻ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആ. കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന കുന്നുകൾ ഏതെല്ലാം? ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? പട്കായ് ബൂം, ജയന്തിയ ഹിൽസ്, വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ് എന്നിവയാണ് 4 ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത്. അപ്പൊ ഏകദേശം നമ്മുടെ ഇന്ത്യൻ ഫിസിയോഗ്രഫീനെ പറ്റിയിട്ട് ബേസിക് ആയിട്ടൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണിത്. ഇത് നമുക്ക് നോക്കിയാലോ. നമ്മുടെ ഇന്ത്യ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇന്ത്യയുടെ ഈ ഭാഗത്താണ് എന്ത് വരുന്നത്? നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് വരുന്നത് അല്ലെ. ഇവിടെ ആയിട്ട് എന്ത് വരും? നമ്മുടെ ഈസ്റ്റേൺ ഗട്ട്സ് വരും. നമ്മുടെ കിഴക്കൻ മലനിരകൾ അല്ലെങ്കിൽ നമ്മുടെ പൂർവാഞ്ചൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണല്ലേ വരുന്നത്. നമ്മുടെ ഈസ്റ്റേൺ സൈഡിലോട്ടേക്കാണ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻസ് നിങ്ങൾ നോക്കിക്കേ. വെസ്റ്റേൺ ഗട്ട്സ് ഇവിടെയാണ്, ഈസ്റ്റേൺ ഗട്ട്സ് ഇവിടെയാണ്. അപ്പൊ ഈസ്റ്റേൺ ഗട്ട്സും വെസ്റ്റേൺ ഗട്ട്സും എന്തിന്റെ ഭാഗമല്ല? കിഴക്കൻ മലനിരകളുടെ ഭാഗമല്ല എന്ന് ബേസിക് ആയിട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള എല്ലാവർക്കും അറിയുന്നതാണ്. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 3ഉം 4ഉം വെട്ടിക്കളയാം. 3ഉം 4ഉം ഇല്ലാത്ത ഓപ്ഷൻ ഏതാണോ ആ ഓപ്ഷൻ ആയിരിക്കില്ലേ ഇതിന്റെ ആൻസർ. നമുക്ക് ഈസി ആയിട്ട് നോക്കിക്കേ. ഓപ്ഷൻ എ ഇല്ല, ഓപ്ഷൻ എയിൽ 4 ഉണ്ട്, സോ നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ സിയിൽ 4 ഉണ്ട്, നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ഡിയിലും എന്തുണ്ട്? 4 ഉണ്ട്, നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം. നമ്മൾ ഡയറക്റ്റ് ആൻസറിലേക്ക് വന്നു. ആൻസർ ഏതാണ്? 1 and 2 ഓൺലി ആണ് അല്ലെ. നമ്മുടെ പത്കായി ഭൂമും ജയന്തിയ ഹിൽസും ആണ് എന്തിന്റെ ഭാഗമായിട്ടുള്ളത്? നമ്മുടെ കിഴക്കൻ മലനിരകളുടെ ഭാഗമായിട്ടുള്ളത്. അപ്പം എവിടെയാണ് ഈ പട്കായി ബൂംസ്? എവിടെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക? പട്കായി ബൂം ഉള്ളത് നാഗാലാൻഡിലാണ്, ജയന്തിയ ഹിൽസ് ഉള്ളത് മേഘാലയയാണ്. അപ്പൊ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റും കൂടി നിങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് വേഗം എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 0 ഡിഗ്രി രേഖാംശ രേഖയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. കീവേഡ് ഐഡന്റിഫൈ ചെയ്തു. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഭൂമധ്യരേഖ എന്ന് വിളിക്കപ്പെടുന്നു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഗ്രീനിച്ച് രേഖാംശം എന്ന് അറിയപ്പെടുന്നു. തേർഡ് സ്റ്റേറ്റ്മെന്റ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് അറിയപ്പെടുന്നു. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് പ്രൈം മെരീഡിയൻ എന്ന് വിളിക്കപ്പെടുന്നു. നോക്കിക്കേ, ചോദിച്ചത് ഏതാണ്? രേഖാംശ രേഖകളാണ്. നമുക്ക് 2 തരത്തിലുള്ള രേഖകളുണ്ട്. അക്ഷാംശ രേഖകളുമുണ്ട്, രേഖാംശ രേഖകളുമുണ്ട്. അക്ഷാംശ രേഖകൾ എങ്ങനെയാ വരയ്ക്കുന്നത്? ഇങ്ങനെയാണ് വരയ്ക്കുന്നത് അല്ലെ. ഹൊറിസോണ്ടൽ ആയിട്ടാണ് അക്ഷാംശ രേഖകൾ നമ്മൾ വരയ്ക്കുന്നത്. രേഖാംശ രേഖകളോ വെർട്ടിക്കൽ ലൈൻസ് ആണ് അല്ലെ. ഓക്കെ, അപ്പം ഭൂമധ്യ 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ചോദിച്ചിരിക്കുന്നത്. ഭൂമധ്യ രേഖ എന്ന് പറയുന്നത് 0 ഡിഗ്രി രേഖാംശ രേഖയാണോ? അല്ല. ഭൂമധ്യ രേഖ എന്ന് പറയുന്നത് എന്താണ്? 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഭൂമധ്യ രേഖ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണല്ലേ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റി. സോ ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്തൂടെ? 1 ഉള്ള ഓപ്ഷൻസ് ഒക്കെ എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. എ എലിമിനേറ്റ് ചെയ്യാം, ബി എലിമിനേറ്റ് ചെയ്യാം, സി എലിമിനേറ്റ് ചെയ്യാം. കാരണം അതിലൊക്കെ കോമൺ ആയിട്ട് 1 ഉണ്ട്. സോ നമ്മൾ 3 എലിമിനേറ്റ് ചെയ്തു. ഡയറക്റ്റ് ആൻസറിലേക്ക് എത്തി. ഒറ്റ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റി. നമുക്ക് ബാക്കി 3 സ്റ്റേറ്റ്മെന്റ്സ് വായിക്കേണ്ട ആവശ്യമേ വന്നില്ല അല്ലെ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി 2 and 4 ഓൺലി ആണ്. അപ്പൊ നമുക്ക് ബാക്കി ഓപ്ഷൻസും കൂടി ഒന്ന് വായിച്ചു നോക്കാം. ഗ്രീനിച്ച് രേഖാംശം എന്ന് അറിയപ്പെടുന്നു. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ഗ്രീനിച്ച് രേഖാംശം എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നറിയപ്പെടുന്നു. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നറിയപ്പെടുന്നത് ഏത് ലോഞ്ചിറ്റ്യൂഡാ? 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണോ? അല്ല, അത് 180 ഡിഗ്രി രേഖാംശ രേഖയാണ് അല്ലെ. 180 ഡിഗ്രി ആണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നറിയപ്പെടുന്നത്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. പ്രൈം മെരീഡിയൻ എന്ന് വിളിക്കപ്പെടുന്നു. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഓപ്ഷൻ ഡി 2 and 4 ഓൺലി ആണ് നമുക്കിവിടെ കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. 3 ഓപ്ഷൻസ് ഉണ്ട്. അവശിഷ്ട പാറകൾ മടക്കി കളയുന്നത് മൂലമാണ് മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. അപ്പൊ നമ്മുടെ മടക്ക് പർവ്വതങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഓപ്ഷൻ 2 യുറാലുകളും അപ്പലാച്ചീസും പഴയ മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഓപ്ഷൻ 3
ആൻഡീസും ഹിമാലയവും ഇളം മടക്ക് മലകളുടെ ഉദാഹരണമാണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നോക്കിയാൽ മനസ്സിലാകും ഈ 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ് അല്ലെ. 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. ഇത് നമ്മുടെ ഫോൾഡ് മൗണ്ടെയിൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഇത് ബേസിക് ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളവർക്ക് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വളരെ ഈസി ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിക്കുക. എത്ര പ്രസ്താവനകളുണ്ട്? 4 പ്രസ്താവനകളുണ്ട്. എന്നിട്ട് ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്, റൈറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി. ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാ, എല്ലാവർക്കും അറിയാം, കറക്റ്റ് ആണ് അല്ലെ. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി, റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മളോട് റൈറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻസിൽ ഏതൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം? 1 ഇല്ലാത്തത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ സിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ നമുക്കിനി അവശേഷിക്കുന്നത് 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് അല്ലെ. ഓക്കെ, അടുത്ത 2 ഓപ്ഷൻസ് ആണ്, എയും ബിയും മാത്രമേ നമുക്ക് അവശേഷിക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയാലോ. പ്രധാന വ്യവസായ ഇന്ധനമാണ് കൽക്കരി. ഓക്കെ, അടുത്ത ഓപ്ഷൻ നോക്കിക്കേ. ബിറ്റുമിന വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. 4 നോക്കിക്കേ. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണോ? മുംബൈ ഹൈ അല്ല, ഏതാണ്? ജാറിയാണ് അല്ലെ. ജാറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ജാർഖണ്ഡിലെ ജാറിയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി 1, 2 and 3 ആണ്. 1, 2 and 3 ആണ്. ബിറ്റുമിന വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്നുള്ളത് റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി ഏതൊക്കെയാണെന്നാണ്. ഇതില് ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള പെയേഴ്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇത് നമ്മുടെ പ്രധാനപ്പെട്ട പവർ സ്റ്റീൽ പ്ലാന്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലൊക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭിലായ് ഒഡീഷ, റൂർക്കേല ഛത്തീസ്ഗഡ്, ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ, ബൊക്കാരോ ജാർഖണ്ഡ്. അപ്പം ഫസ്റ്റത്തത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും റൂർക്കേല ഒഡീഷയും ഭിലായ് ഛത്തീസ്ഗഡും ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടേക്കുക. അപ്പൊ ഫസ്റ്റും സെക്കൻഡും തെറ്റി അല്ലേ. അപ്പൊ പിന്നെ ഇവിടെ ബാക്കി അവശേഷിക്കുന്നത് 3ഉം 4ഉം ഉള്ളൂ. 3ഉം 4ഉം ഉള്ള ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 3 ആണ്, ഓപ്ഷൻ സി ആണ്. 3 and 4 ഓൺലി. ഈ ദുർഗാപൂരും വെസ്റ്റ് ബംഗാളും ആണ്. അതുപോലെ തന്നെ ബൊക്കാരോ ജാർഖണ്ഡിലാണ്. അതാണ് റൈറ്റ് ആയിട്ടുള്ള പെയേഴ്സ് എന്ന് പറയുന്നത്. മറ്റേത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടേക്കാണ്. അപ്പം ഭിലായ് എവിടെയാ ഉള്ളത്? ഭിലായ് ഛത്തീസ്ഗഡിലും നമ്മുടെ റൂർക്കേല പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലും ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ഈ പവർ പ്ലാന്റ്സ് ഒക്കെ വന്നത് എപ്പോഴായിരുന്നു വന്നത്? സെക്കൻഡ് 5 year പ്ലാന്റെ ടൈമിലാണല്ലേ ഇതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിൽ ഒരെണ്ണം മാത്രം, ബൊക്കാരോ മാത്രം എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? തേർഡ് 5 year പ്ലാന്റെ ടൈമിലാണ്. അപ്പൊ അത്തരത്തിലുള്ള ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്തത് നമ്മുടെ കാർഷിക വിളകളും അല്ലെങ്കിൽ നമ്മുടെ കാർഷിക കാലഘട്ടം അല്ലെ, ക്രോപ്പ് സീസൺസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു. ഓക്കെ, അതില് തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കിക്കേ. ഖാരിഫ് നെല്ല്, റാബി പരുത്തി, സെയ്ദ് പഴവർഗ്ഗങ്ങൾ. ഇതില് ഈസിലി നമുക്കറിയാം സെയ്ദ് എന്താണ്? പഴവർഗ്ഗങ്ങളാണ്. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ വിളയുന്നത് നമ്മുടെ സെയ്ദ് സീസണിലാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഖാരിഫും റാബിയുമാണ് എല്ലാവർക്കും തെറ്റുന്നത് അല്ലെ. ഇതിന്റെ ആൻസർ എന്താണെന്ന് അറിയോ? ഇതിന്റെ ആൻസർ 1 and 3 only ആണ്. 1 and 3 only ആണ്. റാബി പരുത്തി അല്ല. റാബി ഏത് സീസണിലുള്ളതാ? റാബി നമ്മുടെ ഖാരിഫ് സീസണിലുള്ളതാ. അപ്പൊ ഖാരിഫ് സീസണിലെയും റാബി സീസണിലെയും ക്രോപ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. നമ്മുടെ ഖാരിഫ് സീസണിലെ ക്രോപ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് പറഞ്ഞു തരാം. പനിച്ച എനിക്ക് ചോറും ബജിയും മതി. അതായത് പനിച്ച എനിക്ക് ചോറും ബജിയും മതി എന്ന് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഏത്? ഖാരിഫ് സീസണിന്റെ പ്രത്യേകത എന്താ? ഖാരിഫ് സീസൺ എപ്പോഴാ? നമ്മുടെ മൺസൂൺ ടൈമിലാണ് അല്ലെ. മഴക്കാലത്ത് നമുക്ക് വരുന്ന അസുഖം ഏതാ? പനിയാണ്. അപ്പൊ പനി വരുമ്പോൾ നമ്മൾ എന്ത് കഴിച്ചാൽ മതി? പനിച്ച എനിക്ക് ചോറും ബജിയും മതി, അങ്ങനെ ഓർത്താൽ മതി നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഖാരിഫ് സീസണിലെ പ്രധാനപ്പെട്ട ക്രോപ്സ് കിട്ടും. പരുത്തി, നിലക്കടല, ചണം.
എ എണ്ണക്കുരുക്കൾ അല്ലെ. എന്താണ്? കരിമ്പാണ്. ചോറ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നെല്ല് ഓർക്കുക, റൈസ് ഓർക്കുക. ബജി ബജ്റ. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക, ആ രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യുക. പനിച്ച എനക്ക് ചോറും ബജിയും മതി എന്ന് ഓർത്താൽ മതി. അപ്പൊ പനി വരുന്നത് എപ്പോഴാ? മൺസൂൺ സീസണിലാണ്. മൺസൂൺ ടൈമിലുള്ള പ്രധാനപ്പെട്ട ക്രോപ്പ് സീസൺ ഏതാണ്? നമ്മുടെ ഖാരിഫ് സീസൺ ആണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്തത് പഠിക്കാം. റാബിനെ നമുക്ക് ഏത് കോഡിലൂടെ കണക്ട് ചെയ്യാം? ഗോപു ബാലിക പുക വലിക്കും എന്ന് ഓർത്താൽ മതി. ഗോപു ബാലിക പുക വലിക്കും എന്ന് ഓർത്താൽ മതി. ഗോതമ്പ്. പൂ എന്താണ്? പുകയില അല്ലെ. ബാർലി. ലിൻസീഡ്. കടുക്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. ഗോപു ബാലിക പുക വലിക്കും എന്ന് കണക്ട് ചെയ്താൽ മതി. നമ്മുടെ ഖാരിഫ് സീസണിൽ നിങ്ങൾ എന്ത് കണക്ട് ചെയ്യുക? നമ്മുടെ പനിച്ച എനിക്ക് ചോറും ബജിയും മതി എന്നുള്ള കോഡ് വെച്ചിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ ക്രോപ്പ് സീസൺസ് പഠിക്കാനുള്ള കോഡ്. ഈ ക്രോപ്പ് സീസൺസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ക്രോപ്പ് സീസൺസും ആ സീസൺസിൽ വരുന്ന പ്രധാനപ്പെട്ട ക്രോപ്പുകളും പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. ജോഗ്രഫിയിൽ കുറച്ച് പേർക്കൊക്കെ ടഫ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ശിലകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം അല്ലെ. അപ്പൊ ശിലകൾ അല്ലെങ്കിൽ റോക്ക് സിസ്റ്റത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. താഴെ പറഞ്ഞ ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത്? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം കീവേഡ് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ കീവേഡ് ഐഡന്റിഫൈ ചെയ്തു. തെറ്റായി പൊരുത്തപ്പെട്ടത്, റോങ് ആയിട്ടുള്ള പെയർ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് പാരന്റ് റോക്കും ഉണ്ട്, നമ്മുടെ മെറ്റാമോർഫിസം അല്ലെങ്കിൽ രൂപാന്തരം സംഭവിച്ച റോക്സ് ആണ് അപ്പുറ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റ്, നീസിസ്. മണൽക്കല്ല്, ഷിസ്റ്റ്. ചുണ്ണാമ്പുകല്ല്, മാർബിൾ. ഷെയിൽ, സ്ലേറ്റ്. ഇങ്ങനെ 4 ജോഡികളാണ് തന്നിരിക്കുന്നത്. ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാ? ഇതിൽ തെറ്റായിട്ടുള്ളത് മണൽക്കല്ല്, ഷിസ്റ്റ് ആണ് അല്ലെ. ശരിക്കും മണൽക്കല്ല് ഏതാ? മണൽക്കല്ല് രൂപാന്തരപ്പെടുമ്പം എന്താ ഉണ്ടാകുന്നത്? ഷിസ്റ്റ് അല്ല. എന്താ ഉണ്ടാകുന്നത്? ക്വാർട്സൈറ്റ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പൊ ഈ രൂപാന്തരം, അതായത് പാരന്റ് റോക്ക് ഏതാ? ആ പാരന്റ് റോക്കിന് രൂപാന്തരം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന റോക്ക് ഏതാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇപ്പൊ തന്നെ പഠിച്ചു പോയിക്കോളൂ. ഗ്രാനൈറ്റിന് രൂപാന്തരം സംഭവിക്കുമ്പോൾ നീസിസ് ഉണ്ടാകുന്നു. അപ്പൊ ഗ്രാനൈറ്റ്, നീസിസ് കണക്ട് ചെയ്യാൻ പറ്റൂല. ജി കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മണൽക്കല്ല്, ക്വാർട്സൈറ്റ്. ഓക്കെ. ചുണ്ണാമ്പുകല്ല്, മാർബിൾ. ഷെയില്, സ്ലേറ്റ്. ഇനി സ്ലേറ്റ് ആണ് ഷിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനും ഇപ്പൊ വന്നിരിക്കുന്ന ഒരു 5 ലാസ്റ്റ് നടന്ന ഒരു 5-6 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുവാണെങ്കിൽ അതിലൊരു മേജർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏതെന്ന് പറയുന്നത്? ജലപാതകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. പ്രത്യേകിച്ച് ഏത് ജലപാതയാ ചോദിക്കുന്നത്? NW3, നാഷണൽ വാട്ടർവേ 3. ഇവിടെയും ചോദിച്ചിരിക്കുന്നത് നാഷണൽ വാട്ടർവേ 3നെ പറ്റിയിട്ടാണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന NH3 അല്ല, നാഷണൽ വാട്ടർവേ 3 ആണ്. നാഷണൽ വാട്ടർവേ 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? ഈസി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാവും. കോഴിക്കോട് വരെയാണ് അല്ലെ. അപ്പൊ നാഷണൽ വാട്ടർവേസുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ആദ്യത്തെ ഒരു 6 വാട്ടർവേസും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാട്ടർവേസും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഫോക്കസ് ചെയ്യേണ്ടത് നാഷണൽ വാട്ടർവേ 3 ആണ്. അത് എവിടം വരെ ഇപ്പോൾ ഉള്ളത്? കൊല്ലം ടു കോഴിക്കോട് വരെയായിരുന്നു. മുന്നേ കോട്ടപ്പുറം വരെയായിരുന്നു. ഇപ്പൊ അത് കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ജോഗ്രഫിയിൽ നിന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ 10 ക്വസ്റ്റ്യൻസിൽ എത്ര എണ്ണം നിങ്ങൾ ശരിയാക്കി എന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഇതിൽ നിങ്ങൾക്ക് ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടുള്ളത് എനിക്ക് തോന്നുന്നു ശിലകളുടെ ഭാഗമായിരിക്കും കുറച്ച് പേർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പൊ ശിലകളുടെ ഭാഗമൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ബാക്കി ഏരിയാസ് ഒക്കെ ജോഗ്രഫിയിലെ വലിയ കുഴപ്പമില്ലാത്ത നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഏരിയാസ് ആണ്. അപ്പം ഈ ഹോട്ട് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ ആ ഭാഗത്തു നിന്നുള്ള മാർക്ക് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അപ്പൊ നിങ്ങളുടെ മാർക്ക് എല്ലാവരും നിങ്ങൾ കമന്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇനി നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് ദിവസങ്ങളെ നമ്മുടെ മുന്നിൽ എക്സാമിനുള്ള അല്ലേ, ഏകദേശം ഒരു 60ഓളം ദിവസങ്ങളെ നമുക്ക് മുന്നിലുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ എക്സാം ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു നമ്മൾ CC പുതിയൊരു ബാച്ച്
ആരംഭിച്ചിട്ടുണ്ട്. ഒരു 60 ഡേയ്സ് ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ക്ലാസ്സസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും. ഡെയിലി ടോപ്പിക് വൈസ് റിവിഷൻ ഉണ്ടാകും, വീക്ക്ലി എക്സാംസ് ഉണ്ടാകും. അതുപോലെ തന്നെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകളും ആ ലൈവ് ക്ലാസ്സിൻ്റെ PDF നോട്ട്സും റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്